നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ്. 2026 മെയ് 14 മുതൽ 31 വരെയുള്ള കാർത്തിക നക്ഷത്രത്തിന്റെ ഭാരതീയ ജ്യോതിഷപ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫലങ്ങളെക്കാൾ ഉപരി ഈ സമയത്ത് ഈ കാർത്തിക നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സുഖപ്രദവും ആക്കാമെന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അടുക്കും ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാർത്തിക നക്ഷത്രക്കാർക്ക് പരീക്ഷകളൊക്കെ വരുമ്പോൾ ഈശ്വരന്റെ അനുഗ്രഹത്താൽ അത് വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് എഴുതുവാനും അവതരിപ്പിക്കുവാനും ഒക്കെ കഴിയുന്നതാണ്. ഇന്റർവ്യൂകൾക്കൊക്കെ പാസ്സാകാൻ പറ്റിയൊരു സമയമാണ്. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിലന്വേഷകർക്ക് ഇത് പറ്റിയൊരു സമയമാണ്. പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കുന്നതാണ്. മാർഗതടസ്സങ്ങളൊക്കെ നീങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ഇതുവരെ ആദ്യ പടി പോലും തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ അത് തുടങ്ങി വെക്കാൻ പറ്റിയ ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലെത്താൻ കഴിയുന്നതാണ്. പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ സമയത്ത് ഒഴിഞ്ഞു നിൽക്കുന്നതാണെന്നുണ്ട്. ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിചാരിതമായിട്ടുള്ള ചില ചിലവുകളൊക്കെ വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ പറയുന്ന വാക്കുകളിലൊക്കെ അബദ്ധങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു കാര്യം പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ ഒന്നിലധികം തവണ ആലോചിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കേണ്ടതുണ്ട്. അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള അനാവശ്യ തോന്നലുകൾ മനസ്സിനായിട്ട് അലട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധ പരിശോധനകളൊക്കെ നടത്തി അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ മനസ്സിന് ആശ്വാസം ഉണ്ടാകുന്നതാണ്. ചില സംശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇട്ട് നിങ്ങൾക്ക് സമ്മർദ്ദം ഏറുന്നതാണ്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. ആ ദൗത്യങ്ങൾ പ്രവൃത്തിപഥത്തില് വിജയകരമായിട്ട് എത്തിക്കുവാനായിട്ട് ചില ആളുകളുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ തേടുന്നുണ്ട്. എങ്കിലും അവസാന തീരുമാനം നിങ്ങളുടേതായിരിക്കണം. ചില ആളുകള് നിങ്ങളെ വഴി തെറ്റിക്കുവാനായിട്ട് ചില ഉപദേശങ്ങളൊക്കെ തരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിനയവും ക്ഷമയും കാര്യനിർവഹണ ശേഷിയും ഒക്കെ സകല പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഭിന്ന അഭിപ്രായങ്ങളെ നിങ്ങൾക്ക് ഏകീകരിക്കാൻ സാധിക്കുന്നതിൽ സമൂഹത്തിലും കുടുംബത്തിലും സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ തൊഴിലിലെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുള്ള ഒരു സമയമാണ്. തൊഴിൽപരമായിട്ട് മുന്നേറ്റമാണ് കാണുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തില് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. ഉപരിപഠനത്തിനൊക്കെ ചേരേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോഴ്സുകൾക്കൊക്കെ ചേരുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനാവശ്യമായ കോഴ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കോഴ്സുകൾ മാത്രം എടുക്കുക. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി കോഴ്സുകൾ എടുത്താൽ അത് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നാണ് കാണുന്നത്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന സമയമാണ്. അതിനായിട്ടൊന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കുന്നതാണ്. ചില ആളുകൾക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക സഹായം നൽകുമ്പോൾ വേണ്ട രേഖകളൊക്കെ കയ്യിൽ കരുതുവാൻ ശ്രമിക്കുക. ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാനുള്ള തീരുമാനമൊക്കെ അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. പ്രതീക്ഷിച്ചതിൽ ഉപരി നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന ചില ബിസിനസ്സുകളൊക്കെ നിങ്ങൾ നടത്തുന്നതാണ്. പുതിയ വാഹനം, ഭൂമിയൊക്കെ വരാനുള്ള സാധ്യതയും വളരെയേറെയാണ്. ഈ മെയ്യുടെ രണ്ടാം പകുതി നിങ്ങൾക്ക് കൂടുതലും ഗുണങ്ങളുള്ള ഒരു സമയമാണ്. എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും നിങ്ങൾ പണം ചെലവാക്കുമ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക. അന്യമതസ്ഥരാണ് ഇത് കാണുന്നതെങ്കിൽ അവരവരുടെ ദൈവത്തിൽ പ്രാർത്ഥിച്ച് മതത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ്. ഇത് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഈ ഫലം സ്ത്രീ പുരുഷ ഭേദമന്യേ കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞ ഏതൊരാൾക്കും അനുഭവവേദ്യമാകുന്നതാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്കൊന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.